നമസ്കാരം. എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേവ് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. പോളറൈസേഷൻ റെഫേഴ്സ് ടു ദ ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വേരി ചെയ്യുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു വേവിന്റെ പോളറൈസേഷൻ പറയാം. അഥവാ പോളറൈസേഷൻ റെഫേഴ്സ് ടു ദ ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ പൊസിഷൻ ഓഫ് ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് വേരിയിങ് വിത്ത് ടൈം ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പോളറൈസേഷൻ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ്: ലീനിയർ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ ആൻഡ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ടിപ്പിലേക്ക് നോക്കുക. ടിപ്പ് ഓസിലേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ലൈനാണ് അല്ലെ. അതുകൊണ്ട് ഇതിനെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് വിളിക്കും. ഇനി ഈ ടിപ്പ് ഓഫ് ദ വെക്ടർ ലൈനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പക്ഷെ അത് വെർട്ടിക്കൽ ആക്സിസിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർട്ടിക്കൽ പോളറൈസേഷൻ എന്ന് വിളിക്കും. വെർട്ടിക്കൽ പോളറൈസേഷൻ എന്താണ്? ലീനിയർ പോളറൈസേഷൻ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് സർക്കുലർ പോളറൈസേഷൻ നോക്കാം. സർക്കുലർ പോളറൈസേഷൻ ആകുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ടിപ്പ് നോക്കുക. ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ് എ സർക്കിൾ. അതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ എന്താണ്? ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ എന്ന് വിളിക്കും. ഇനി ഇതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ റൈറ്റിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ റൈറ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ അല്ലെങ്കിൽ RHCP എന്ന് വിളിക്കും നമ്മൾ. ടിപ്പ് ഓഫ് ദ വെക്ടർ ഒരു ലൈനിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ലീനിയർ പോളറൈസേഷൻ എന്ന് വിളിക്കും. ലീനിയർ പോളറൈസേഷൻ ഒരു എക്സാമ്പിൾ E of z, t is equal to cos omega t minus beta z into ax ആണ്. നമുക്ക് ഇതിന്റെ വേവ് ഫോം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് എന്താണ് സ്പേസ് ഇൻഫർമേഷൻ നമ്മൾ ഫ്രീസ് ചെയ്യാണ്. അപ്പം ബീറ്റ ഇസഡിന് 0 ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? E of 0, t എന്ന് പറയുന്നത് is equal to cos ഒമേഗ ടി ഇൻറ്റു AX ക്യാപ്പ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പല ടൈമിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു. ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്കും ഈ എക്സ്പ്രഷൻ എങ്ങനെയാ വരും? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 0 ഇൻറ്റു AX ക്യാപ്പ് എന്ന് വരും. അതായത് 1 അല്ലെ. അപ്പൊ എക്സ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കും. 1 ആയിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇനി π/2 ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? cos π/2 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ അത് ഒറിജിനിലേക്ക് വരും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഇനി ഒമേഗ ടി ഈസ് ഈക്വൽ ടു π ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു -1 വരും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എക്സ് ആക്സിസ് തന്നെ ഓറിയന്റ് ഇരിക്കും, പക്ഷെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ടിപ്പ് ഓഫ് ദ വെക്ടർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് മാക്സിമത്തിൽ വന്നു, അത് കഴിഞ്ഞ് മിനിമം 0യിലേക്ക് പോയി, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയി, പിന്നെയും തിരിച്ച് ഒറിജിനിൽ വരും. അപ്പോൾ ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ് എ ലൈൻ. അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കും? ലീനിയർ പോളറൈസേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ലീനിയർ പോളറൈസേഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ ഇനി 2 ലീനിയർലി പോളറൈസ്ഡ് വെക്ടേഴ്സ് ഇൻ ഫേസ് ആയിട്ടോ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ലീനിയർ പോളറൈസ്ഡ് വെക്ടർ ആയിരിക്കും കിട്ടുക. അതായത് ദ സം ഓഫ് 2 or more ലീനിയർലി പോളറൈസ്ഡ് വെക്ടേഴ്സ് ഇൻ ഫേസ് ഓർ ഇൻ ഓപ്പോസിറ്റ് ഫേസ് ഈസ് അനദർ ലീനിയർലി പോളറൈസ്ഡ് വെക്ടർ. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. E of z, t is equal to 3 cos omega t minus beta z into ay plus 2 cos omega t minus beta z into ax cap. അപ്പൊ ഈ ഒരു കേസിൽ ഇത് രണ്ടും 2 ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് അല്ലെ. ഇതിനെ രണ്ടിനെയും എന്താ ചെയ്തിരിക്കുന്നത്? ദേ ആർ ആഡഡ് ഇൻ ഫേസ്. അപ്പൊ സെക്കൻഡ് കേസ് നോക്കാമെങ്കിൽ ഇവിടെ എന്താണ്? ദേ ആർ ഓൾസോ ഇതൊരു ലീനിയർലി പോളറൈസ്ഡ് വെക്ടർ ആണ്, ഇതൊരു ലീനിയർലി പോളറൈസ്ഡ് വെക്ടർ ആണ്. പക്ഷേ ദേ ആർ ആഡഡ് ഇൻ ഓപ്പോസിറ്റ് ഫേസ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അപ്പൊ അതൊരു ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അനദർ ലീനിയർലി പോളറൈസ്ഡ് വെക്ടർ. ഓക്കെ, അതിന് നമുക്കൊരു സിമുലേഷൻ നോക്കാം. ഓക്കെ, നമുക്ക് 2 വേവ്സിനെ ആഡ് ചെയ്ത് നോക്കാം. 2 ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ്സിനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ വേവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോളറൈസ്ഡ് ആണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെയും കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ വേവ് 2 ഞാൻ ആഡ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് അതിന്റെ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്. കണ്ടോ, ഇത് ഒന്ന് ഹൊറിസോണ്ടൽ
ഡയറക്ഷനിൽ ലൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു, മറ്റേത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ലൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ ഒരെണ്ണം വെർട്ടിക്കൽ പോളറൈസ്ഡും ഒരെണ്ണം ഹൊറിസോണ്ടൽ പോളറൈസ്ഡുമാണ്. അപ്പോൾ ഇത് രണ്ട് വേവിനെയും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ബ്ലൂ കളർ. ഇതാണ് ഇതിന്റെ സം. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ അനദർ ലീനിയർലി പോളറൈസ്ഡ്. ഇപ്പൊ നിങ്ങൾ നോക്കാമെങ്കിൽ ഇറ്റ് ഈസ് അനദർ ലീനിയർലി പോളറൈസ്ഡ് വെക്ടർ അല്ലേ, അല്ലെങ്കിൽ അനദർ ലീനിയർലി പോളറൈസ്ഡ് വേവ് ആണ് നമുക്ക് അവിടെ കിട്ടുക. ഈ ബ്ലൂ കളേർഡ് വേവ് ആണ് നമ്മുടെ സം. ഓക്കെ, ഇനി ഞാൻ ഫേസ് ഒന്ന് ചെറുതായിട്ട് മാറ്റി നോക്കുകയാണ്. അതായത് സെക്കൻഡ് വേവിന്റെ ഫേസ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിനെ രണ്ടിനും ആഡ് ചെയ്തു. അപ്പോഴും കിട്ടുന്നത് എന്താണ്? ഡയറക്ഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ, പക്ഷെ അപ്പോഴും കിട്ടുന്നത് എനിക്ക് എന്ത് തന്നെയാണ്? ഒരു ലീനിയർലി പോളറൈസ്ഡ് വേവ് തന്നെയാണ്. ഓക്കെ, അടുത്തതായിട്ട് സർക്കുലർ പോളറൈസേഷൻ നോക്കാം. സർക്കുലർ പോളറൈസേഷന്റെ കേസിൽ ടിപ്പ് ഓഫ് ദ വെക്ടർ എപ്പോഴും ഒരു സർക്കിൾ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന്റെ കണ്ടീഷൻ വന്നിങ്ങനെയാണ്: ഇഫ് 2 ലീനിയർലി പോളറൈസ്ഡ് വേവ്സ് ആർ ആഡഡ് and they are of equal amplitude, different in direction by 90 degree, different in phase by 90 degree, then their sum will be a circular polar. Example ആണ് E is equal to sin omega t minus beta z into ax plus cos omega t minus beta z into ay. ഇവിടെ നോക്കിയേ, ഒന്ന് സൈനും ഒന്ന് കോസും ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. ഇനി they differ in direction by 90 ഡിഗ്രി. ഒന്ന് എക്സ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അടുത്തത് വൈ ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി ഇതിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ് അല്ലേ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഡിഫർ ഇൻ ഡയറക്ഷൻ ബൈ 90 ഡിഗ്രി, ഡിഫർ ഇൻ ഫേസ് ബൈ 90 ഡിഗ്രി. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സർക്കുലർലി പോളറൈസ്ഡ് വേവ് ആയിരിക്കും. വേവ് 1 ഞാൻ ആഡ് ചെയ്യുന്നു. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 6 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വേവിനെ ഞാൻ ആഡ് ചെയ്യുന്നു. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 6 ആണ്. ഇനി ഫേസ് ഡിഫറൻസ് ഞാൻ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി ആക്കി കൊടുക്കുന്നു. ഫേസ് ഡിഫറൻസ് 90 ആക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അവര് 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഒന്ന് വെർട്ടിക്കൽ ആണെങ്കിലും അടുത്തത് ഹൊറിസോണ്ടൽ ആണ്. അപ്പം ഒന്ന് എക്സ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അടുത്തത് വൈ ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, 6 ആണ്. ഇനി എന്താണ്? ദ ഡിഫർ ഇൻ ഫേസ് ബൈ 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നോക്കിക്കേ, കിട്ടുന്നത് നമുക്കൊരു സർക്കുലർ പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ് ആണ്. ഈ ടിപ്പ് ഓഫ് ദ വെക്ടർ നോക്കൂ. ടിപ്പ് ഓഫ് ദ വെക്ടർ ഈസ് ഡിസ്ക്രൈബിങ് എ സർക്കിൾ. അടുത്തതായിട്ടുള്ളത് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് 2 ലീനിയർലി പോളറൈസ്ഡ് വെക്ടേഴ്സ് തന്നെ എടുക്കുക. അതിൽ ഈ 3 കണ്ടീഷൻ, നമ്മൾ നേരത്തെ പഠിച്ച ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം ഇപ്പം ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ 90 ഡിഗ്രി അല്ലാതാവുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആയിരിക്കും. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഉദാഹരണം ഇപ്പോൾ ഈ ഒരു കേസ് ആണെങ്കിൽ ഇവിടെ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഒന്ന് മാറ്റി ഞാൻ 2 ആക്കുകയാണ്. ഇവിടെ ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1ഉം ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. അങ്ങനെ വരുന്ന കേസിൽ ഇത് എന്തായി മാറും? ഈ പോളറൈസേഷൻ എലിപ്റ്റിക്കൽ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സിമുലേഷൻ തന്നെയാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ആംപ്ലിറ്റ്യൂഡ് 6 എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തു, 1 ആക്കി. ഓക്കെ, ഇപ്പോൾ ടിപ്പ് ഓഫ് ദ വെക്ടർ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡിസ്ക്രൈബിങ് ആൻ എലിപ്സ് അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ദ ടിപ്പ് ഓഫ് ദ വെക്ടർ ഇസ് ഡിസ്ക്രൈബിങ് ആൻ എലിപ്സ്. ഇനി ഞാൻ ആംപ്ലിറ്റ്യൂഡ് സെയിം വെച്ചു. ആംപ്ലിറ്റ്യൂഡ് സെയിം വെച്ചിട്ട് ഫേസ് ഡിഫറൻസ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴും എന്താണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ് എലിപ്സ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത്. ടൈപ്സ് ഓഫ് പോളറൈസേഷൻ നോക്കി,
ലീനിയർ, സർക്കുലർ, എലിപ്റ്റിക്കൽ, ഈ 3 ടൈപ്പാണ് നമ്മൾ നോക്കിയത് അല്ലേ. ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ പോളറൈസേഷൻ പറയുന്നതെന്ന് പഠിച്ചു. ലീനിയർ തന്നെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട്. സർക്കുലർ പോളറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷനും ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷനും. പിന്നെ ടിപ്പ് ഓഫ് ദ വെക്ടർ എലിപ്സ് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിനെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയായിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക്